ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷാനി. അപ്പോൾ കുറേ ആയാലും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഹോൾ പാക്കിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതായത് മീഷോന്ന്. അപ്പോൾ മീഷോത്തെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ഞാൻ കുറച്ച് വാങ്ങിച്ചത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കാണിച്ച് തരാനാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡിമെയ്ഡ് ബ്ലൗസാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇതാണ് ബ്ലൗസ്. അടിപൊളി ബ്ലൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ബ്ലൗസാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിരുന്നു എനിക്ക് കേട്ടോ. അതിൻ്റെ സൈസ് ഞാൻ ഒരു 32 ആണ് എടുത്തത്. കറക്റ്റ് ആയിരുന്നു, ഒന്നും അൾട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ മെയിനായിട്ട് ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ, പഫ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഞെറിഞ്ഞെറി ഞങ്ങൾക്കൊരു വെറൈറ്റി വേണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഫോട്ടോ. അത് നോക്കി നമുക്ക് മനസ്സിലാവും. കാരണം ഈ ഒരു ബ്ലൗസ് ഒരുപാട് പേര് ചോദിച്ചു, ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും എല്ലാവരും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്ലൗസ് എവിടെ നിന്നാണെന്ന്. അപ്പോൾ മീഷോ എന്നാണ് മക്കളെ ഞാനിത് വാങ്ങിച്ചത്. ഓർഗൻസ തുണിയാണ്. 10ൽ 10 മാർക്ക് കൊടുക്കാൻ പറ്റുള്ളൊരു ബ്ലൗസാണ് കേട്ടോ. ഞാൻ മീഷോന്ന് ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല. ഞാൻ കറക്റ്റ് സൈസ് കൊടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ പ്രിൻസസ് കട്ട് ബ്ലൗസാണ് കേട്ടോ. പിന്നെ പാഡഡ് ആണ്, അതാണ് മെയിൻ ഹൈലൈറ്റ്. ഞാൻ പാഡഡ് ഇട്ടപ്പോഴും അതിങ്ങനെ ചിലവർക്ക് ഇങ്ങനെ ഓവറായിട്ട് തോന്നും. അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയില്ല. കറക്റ്റ് നമ്മളെ ശരീരത്തോട് ഒട്ടിക്കെടുക്കുന്നത്, അങ്ങനെ കുറേ ബൾക്കായിട്ട് ഇങ്ങനെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇട്ടപ്പെട്ട. ഭയങ്കര കംഫർട്ടായിരുന്നു ഈ ഒരു ബ്ലൗസ്. അടിപൊളി കിടിലൻ ബ്ലൗസാണ്. ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് അതിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ ലിങ്കൊക്കെ താഴെ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ റേറ്റ് 267 ഓരോ ഓർഗാൻസ മെറ്റീരിയൽ. അത് ഈ ഫ്ലവർ വേസ്, ഈ ഒരു ഫ്ലവറൊക്കെ ഉണ്ട്, ഈ റോസാപ്പൂവിൻ്റെ ഇതുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ സാരി ചുറ്റി വെക്കുമ്പോൾ. പിന്നെ മെയിൻ പറഞ്ഞില്ല, ഈ കൈ കാരണമാണ് ഈ ബ്ലൗസ് വാങ്ങിച്ചത്. എനിക്ക് വളരെ അഫോർഡബിൾ ആയിരുന്നു. 267 എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് സ്റ്റിച്ചഡ് ആണ്, പിന്നെ പാഡഡ് ആണ്. പിന്നെ കൈ ഉണ്ടല്ലോ, കൈ നോക്കുക, അടിപൊളി കൈയാണ് കേട്ടോ അതിൻ്റെ ഓർഗാൻസ. പിന്നെ അടിയിൽ നെറ്റ് വന്നിട്ടാണ് നമ്മൾ കയ്യില്ലാത്ത ഡ്രസ്സ് ഇടണം, അത് കൈ വേണം, അങ്ങനെ ഒരു ചിന്തയുള്ള ഒരു അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. പിന്നെ ബാക്കിലത്തെ കഴുത്ത് കുറച്ച് വൈഡാണ്, പക്ഷെ എനിക്ക് അത്ര ഹെവി ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ ഹെയറൊക്കെ അങ്ങനെ അഴിച്ചിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കെട്ടുണ്ട്, പിന്നെ ഫുൾ ലൈനിങ് ഉണ്ട് കേട്ടോ. കൈയിൻ്റെ അവിടെ ഒഴികെ ബാക്കിയല്ലാത്ത ലൈനിങ് ഉണ്ട്. പ്രിൻസസ് കട്ടാണ്. അതുപോലെ തന്നെ പാഡഡ് വരുന്നുണ്ട്. ബ്ലൗസ് തന്നെ നമുക്ക് ജമ്പറായിട്ട് ഇങ്ങനെ അടിയിൽ സ്കേർട്ടും ടോപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്ലൗസാണ് കേട്ടോ അത്. ഇതിൽ ഞാനൊരു 10ൽ 10 മാർക്ക് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടാണ് ഈ സാധനം ഞാൻ ഈ വീഡിയോയിൽ ചേർത്തിട്ട്. നിങ്ങളൊരു വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ വല്ല റിസപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോളേജിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഒരു വെറൈറ്റി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മീഷോത്തെ നല്ലൊരു ഗൗണാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ നോക്കിക്കോ മക്കളെ, ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോ. അതാണ് അത്രയും സൂപ്പറായിട്ടുള്ളൊരു ഗൗണാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ റേറ്റാണ് മെയിൻ ഹൈലൈറ്റ്. കാരണം ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയൽ ഒരു ഡ്രസ്സിന് 444 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ഫ്രണ്ടത്തെ ഈ ഒരു ഡിസൈൻ തന്നെ മതി നമ്മളവിടെ എന്താ പറയുക പെർഫെക്റ്റ് ആക്കാനും നമ്മളൊന്ന് അട്രാക്ഷൻ ചെയ്യാനൊക്കെ ഈ ഒരു ഫ്രണ്ടത്തെ ഈ ഒരൊറ്റ ഡിസൈൻ മതി. കാരണം ഈ ഒരു ഫ്രണ്ടത്തെ ഈ ഒരു ഡിസൈൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഈ ഫ്രണ്ടിൽ ഭയങ്കര ഹെവി വർക്ക് വന്നിട്ട് ത്രെഡ് വർക്ക് വന്നിട്ട്, ത്രെഡ് മാത്രമല്ല ഉള്ളിൽ നിറയെ ഷെല്ലും കൂടി വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ കൈ ആയിക്കോട്ടെ, കൈ 3/4 കൈയാണ്, കൈയുമ്മ ലൈനിങ് ഇല്ല. പിന്നെ കൈയിൻ്റെ അവിടെ ഈ ത്രെഡിൻ്റെ ഈ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, ഈ ഒരു ക്രീം, അതിൻ്റെ ചെറിയൊരു കഷ്ണം ഇവിടെ വെച്ച് അടിച്ചിട്ടുണ്ട്. ഫുള്ളി സ്റ്റിച്ചഡ് ആണ്. അത്യാവശ്യം ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ വരെ ലൈനിങ് ഉണ്ട്. ഈ മീഷോത്തെ ഡ്രസ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, നമുക്ക് ഫുൾ ലെങ്ത് ആണെങ്കിലും ലൈനിങ് ഒക്കെ മുട്ട് വരെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ഗൗണ് കംപ്ലീറ്റ്ലി ലൈനിങ് ഉണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയത്. കാരണം നമുക്ക് അടിയിൽ പാൻറ് ഇടണ്ട, ഷോൾ ഇടണ്ട. കാരണം എന്താ, ഇത് ഫുള്ളായിട്ട് നിഴലടിക്കൊന്നുമില്ല. പിന്നെ ജോർജറ്റ് ആയിക്കോട്ടെ, നല്ല കട്ടിയുള്ള, എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മുഖത്തിങ്ങനെ ഉരയ്ക്കുമ്പോൾ ഇങ്ങനെ ഉരം വരുന്ന പോലത്തെ നല്ല ജോർജറ്റ്, പ്യുവറായിട്ടുള്ള ജോർജറ്റ് കേട്ടോ. ക്വാളിറ്റി വൈസ് ആയിക്കോട്ടെ അടിപൊളി സൂപ്പറാണ്. 444 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കാരണം ഈ ഒരു സെറ്റ് പുറത്തൊക്കെ ഒരു 900 രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും. മീഷോയിൽ മാത്രമാണ് ഇത്രയും റേറ്റ് കുറവിന് നല്ലൊരു ഗൗണ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ ബ്ലാക്കും ഗ്രീനും അവൈലബിൾ ആണ്. ഞാൻ പർപ്പിൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ട്, ഈ കളർ ഇഷ്ടമായതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ ഒരു പ്രോഡക്റ്റ്. കോളേജിലേക്ക് പോകുമ്പോഴായാലും അതുപോലെ എന്തെങ്കിലും ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ, അതുപോലെ കുറച്ച് ഫാഷൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട്, അതും വൈറ്റ് ഒക്കെ ഡ്രസ് കോഡൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത്. 175 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് കേട്ടോ. ഇത് ഫ്രോക്കായിട്ടാണെങ്കിൽ ഇടാം, മുട്ട് വരെ വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ജസ്റ്റ് 3/4 പാൻറ്റോ അല്ലെങ്കിൽ ഫുൾ പാൻറ്റൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോട്ടൺ ബ്ലെൻഡ് ഒരു ടോപ്പ്, ഒരു കുർത്ത, ഒരു ഗൗൺ, ചെറിയൊരു ഗൗണ് അങ്ങനെ വേണമെങ്കിലൊക്കെ പറയാം. അങ്ങനത്തെ ഒരു
ഒരു മീഷോന്ന് വാങ്ങിച്ചത് നല്ലൊരു പ്രോഡക്റ്റാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ റൗണ്ട് നെക്കാണ് വന്നിട്ട്, ബാക്കിൽ ഫുള്ളായിട്ട് ക്ലോസ്ഡ് ആണ്. അതുപോലെ 3/4 കൈയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു എന്താ മണി പോലെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചെറിയൊരു വള്ളിയൊക്കെ ഉണ്ട്. പിന്നെ അരഭാഗത്ത് ഞെറി, അതുപോലെ താഴെ ഭാഗത്തേക്കും ഞെറിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. വൈറ്റാണ്, പക്ഷെ നല്ല നയലടിക്കുന്ന തുണിയാണ്. കോട്ടൺ ബ്ലെൻഡഡ് ആണ്. അതുപോലെ എന്താ പറയുക, നല്ല നയലടിക്കുന്ന പോലത്തെ ഒരു കനം കുറഞ്ഞിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ. 175 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ആ റേറ്റിനുള്ളൊരു ക്വാളിറ്റി ഇതിനുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഈ ഒരു വർക്ക് നല്ല ഒരു കുറച്ചും കൂടി ഒരു പാർട്ടി വെയർ ലുക്ക് തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷെൽ വർക്കും ത്രെഡ് വർക്കും കൂടിയിട്ട്. പിന്നെ ഗ്രീന്, അതുപോലെ യെല്ലോ, വൈറ്റ്, റെഡ്, അങ്ങനെ ത്രെഡ് വർക്കാണ് കംപ്ലീറ്റ് ഇവിടെ. ഈ സൈഡ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് കംപ്ലീറ്റ്ലി ഷെൽ വർക്കും പിന്നെ ചെറിയ മണി ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ പ്രത്യേകത. വളരെ അഫോർഡബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് പെട്ടെന്നൊരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു പ്രോഗ്രാമിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ്. നിങ്ങളിപ്പോൾ ഒരു പ്രഗ്നൻറ്റ് ലേഡി ആണെങ്കിൽ, അല്ലെങ്കിൽ എന്താ കുറച്ച് ഫ്ലെയർ ആയിട്ട് ബട്ടർഫ്ലൈ പോലെ നിൽക്കുന്ന കയ്യൊക്കെ ഉള്ള ഡ്രസ്സ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലെയർഡ് ഗൗണാണ് ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് തുണി. നല്ല അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. വലിയൊരു ഗൗണാണ്. സൈസ് സ്മോളാണ് വാങ്ങിച്ചത്. ഈ കയ്യുമ്പത്തെ ഈ ഒരു ഫ്ലെയറില്ലേ, ഈ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ കൈ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 475 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. 500 രൂപയ്ക്ക് താഴെയുള്ളൂ. ജസ്റ്റ് ഒരു പുറത്ത് കടയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 600 റുപ്യയിലും കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ ബാക്കിൽ ഈ ഒരു കെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം ഗൗണായിട്ടുള്ള അത്യാവശ്യം ഫ്ലെയർ ഉണ്ട് ഇതിൻ്റെ തുണി. പിന്നെ മൾട്ടി കളറാണ്, അതായത് ഗ്രീനും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഒരു പ്രിൻറ്റഡ് ആണോ വെച്ചാൽ പ്രിൻറ്റഡ് ആണ്, പക്ഷേ അത്ര എന്താ പറയുക പോകുന്ന ടൈപ്പ് ഓഫ് പ്രിൻറ്റഡ് അല്ല കേട്ടോ, അങ്ങനെ വേണം പറയാനായിട്ട്. പിന്നെ അംബർലയാണ് കേട്ടോ, അംബർലയാണ്, എ ലൈൻ അല്ല, അംബർല വരുന്ന ഒരു അടിപൊളി ഗൗണാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. അത്യാവശ്യം സ്മോൾ സൈസ് ആയിക്കോട്ടെ, അത്യാവശ്യം വലുപ്പമുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൾട്ടർ ചെയ്യേണ്ടി വരും. ഞാൻ എന്തായാലും ഇത് അൾട്ടർ ചെയ്തിട്ടേക്ക് ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു റേറ്റിന് 500 രൂപയ്ക്ക് താഴെ ഒരു ഫ്ലെയർ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ കയ്യിലുള്ള ഡ്രസ്സ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഇതാണ്. ഇതെല്ലാ സൈസ് അവൈലബിൾ ആണ്. ഈ ഒറ്റ കളർ കോമ്പിനേഷൻ ഉള്ളൂ കേട്ടോ, വേറെ ഇതേപോലത്തെ വേറെ ഡ്രസ്സുകളൊന്നുമില്ല. ഈ ഒരു ഗ്രീനും വൈറ്റ് കോമ്പിനേഷനും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കണം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും ഹോൾ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിൻ്റെ കോഡൊന്ന് അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ മുന്നിൽ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.